ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാട്ടുള്ള കൊല്ലങ്കോട് എന്ന ഗ്രാമത്തിലേക്കാട്ടോ. ഇന്ത്യയിൽ തന്നെ 10 ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ നമ്മുടെ കൊല്ലങ്കോടിലേക്കുള്ള യാത്ര തന്നെ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തത്. ഇപ്പോൾ ഏകദേശം പാലക്കാട് കൊല്ലങ്കോട് അടുത്തൊക്കെ നമ്മൾ എത്താറായി. പാലക്കാടിൻ്റെ ആ ഗ്രാമീണ ഭംഗിയും പച്ചപ്പും ഒക്കെ കാണാനുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്, ഫ്രണ്ട്സൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു യാത്രയാണ്. അതിമനോഹരമായ ഗ്രാമപ്രദേശങ്ങളിലൂടെ കേട്ടോ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാടൻ ഗ്രാമങ്ങളൊക്കെ കാണാൻ വരുമ്പോൾ നല്ല മഴയുള്ളൊരു സമയം തന്നെ തിരഞ്ഞെടുക്കണം. കാരണം മഴയില്ലാത്തൊരു സമയത്താണെങ്കിൽ നല്ല ചൂടായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല മഴയുള്ളൊരു സമയത്ത് തന്നെയാണ് ഇങ്ങോട്ട് യാത്ര തിരിച്ചത്. അപ്പോൾ നമ്മൾ നേരെ സ്പോട്ട് പോകുന്നത് ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടയിലോട്ടോ. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. എന്തായാലും വൈകുന്നേരം സമയമായതുകൊണ്ട് അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് തിരിയാമെന്ന് വിചാരിച്ച് നമ്മൾ ഏകദേശം ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കടൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ടാണ് ബാക്കി യാത്ര. അപ്പോൾ ഈ ചായക്കടയിലെ ഏറ്റവും സ്പെഷ്യൽ എന്ന് പറയുന്നത് ചായയും പരിപ്പ് വടയുമാണ്. എന്തായാലും നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയി വെക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ചായക്ക് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ നിർഭാഗ്യവശാൽ പരിപ്പ് വട ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് പകരം ഒരു ബന്നും ചായയും കുടിച്ച് ഞങ്ങളങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് ഫിലിം ലൊക്കേഷനുകളൊക്കെ ഉൾപ്പെട്ട ഒരു ചായക്കടയാണിത്. ഒരുപാട് മലയാള ഫിലിമുകളൊക്കെ ഈ ചായക്കടയിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൊല്ലങ്കോട് വരുന്നവർ ഈ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കാതെ പോകാറില്ലെന്ന് പറഞ്ഞു കേട്ടത്. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയാട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ചിങ്ങഞ്ചിറ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ. നിരവധി ആൽമരങ്ങളാൽ ചുറ്റപ്പെട്ട നല്ല തണൽ പ്രദേശമാണ്. ഒരുപാട് ഫിലിമുകൾ ഇവിടുന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ആ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകണം. ഇവിടെ നല്ല അടിപൊളി കാഴ്ചയാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ മലയുടെ താഴ്വാരത്താണ് ഈ ഗ്രാമങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മളങ്ങനെ ഇരുന്ന് പോകും. അത്രയും ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളാണ്. നമ്മളെ മലബാർ ഏരിയയിലൊക്കെ ഏകദേശം 1990-കളിലൊക്കെ ആ ഒരു ക്ലൈമറ്റാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നത്. ആ ഒരു എന്താ പറയുക ഫ്രെയിമിലൂടെയാണ് നമ്മളിങ്ങനെ സഞ്ചരിക്കുന്നത്. ഇനി നമ്മളെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രെയിമിലേക്കോട്ടോ. പണ്ട് കാലത്ത് നെല്ലൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതേ ഫ്രെയിമിൽ തന്നെ ഇപ്പോഴും അത് അവിടെ കാണാൻ കഴിയും നമുക്ക്. പാലക്കാട് ചെന്നിട്ട് ഈ ഒരു കാഴ്ച കാണാതെ മടങ്ങാത്തവരാരും ഇല്ലയെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. കൊല്ലങ്കോടിലെ എന്താ പറയുക നെല്ലും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. അപ്പോൾ ഇവിടെ അങ്ങനെ ഇരുന്ന് വൈകുന്നേരം സമയമായതിനാൽ നല്ല അടിപൊളി കാലാവസ്ഥയാണ്. നല്ല തണുപ്പും ആ മലനിരകളിൽ നിന്നുള്ള കാഴ്ചകളും ആ വരമ്പും ഒക്കെ കാണുമ്പോൾ നമ്മൾ പഴയ കാലത്തിലേക്ക് അങ്ങനെ തിരിച്ചു പോകുന്ന ഒരു ഫ്രെയിമാണ് ഇവിടെ അധികം കാണുന്നത്. അങ്ങനെ ഞങ്ങളെ ഫ്രണ്ട്സും എല്ലാവരും ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിരുന്ന് നമ്മളത് കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഈ യാത്ര. നമ്മളുടെ പഴയ കാലഘട്ടത്തിലേക്കൊക്കെ തിരിച്ചു വന്ന പോലെയുള്ള ആ ഒരു ലൊക്കേഷനുകളിലാണ് ഇവിടെ. എന്തായാലും മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയാണ് ഇവിടെ നമുക്ക് സമ്മാനിച്ചത്. അപ്പോൾ കൊല്ലങ്കോടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അടുത്തൊരു യാത്രയുടെ അനുഭവമായി പിന്നീട് കാണാം.